ഗായ്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളയണം. എന്നിട്ട് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മളിത് അരിഞ്ഞ് ചെത്തി കളഞ്ഞിട്ട് ശേഷം കഴുകണം. എന്നിട്ട് ഇതെല്ലാ സൈഡും ചെത്തിയിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രീതി അറിയാമല്ലോ, ഇങ്ങനെ നിൽക്കേ എന്നിട്ട് ഇങ്ങനെ അരിയണം. ഇത് ഫുള്ളും ഇങ്ങനെ അരിഞ്ഞിട്ട് ശേഷം ഞാൻ അരിഞ്ഞ് കാണിച്ചു തരാറ് നിങ്ങൾക്ക്. ഇപ്പോൾ ഗായ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അരിയുമ്പം നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രൂപം കിട്ടും. കണ്ടില്ലേ? ഇതേ കണക്ക് എല്ലാം ഇതേ കണക്ക് അരിയണം. അപ്പോൾ അരിഞ്ഞിട്ട് വന്നിട്ട് കാണാം. കണ്ടോ ഗായ്സ്, ഇങ്ങനെയാണ് ലാസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം അരിയുമ്പോൾ കിട്ടുന്നത്. ബാക്കിയൊക്കെ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അരിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ് ഇങ്ങനെയാണ് അരിഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് വെക്കാം. അപ്പോൾ ഗായ്സ്, പൊട്ടറ്റോ ഫ്രൈ നമ്മളൊരു പാത്രത്തിലോട്ട് നല്ല തണുത്ത വെള്ളം വീത്തണം. എന്നിട്ട് ഈ പൊട്ടറ്റോ ഫ്രൈ അതിൻ്റെ അകത്തോട്ട് ഇടണം. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട ഗൈസ്, തണുത്ത വെള്ളത്തിലോട്ട്, തണുത്ത വെള്ളവും ഐസും മതി. എത്ര മണിക്കൂറാണെന്ന്? അരമണിക്കൂർ ഈ തണുത്ത വെള്ളത്തിലോട്ട് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ആ വീഡിയോ എടുക്കാം. 30 മിനിറ്റ് ഐസ് വെള്ളത്തിൽ വെക്കണം. ഓക്കെ, അരമണിക്കൂറായിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ എല്ലാം മാറ്റി നമ്മൾ എടുക്കണം. അപ്പം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ആ പൊട്ടറ്റോ ഇതിൻ്റെ അകത്തോട്ട് ഇടണം. അപ്പോഴത്തേക്ക് ഉപ്പ് ഇത്തിരി ഇടണം. ഉപ്പ് ഇത്തിരി പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടണം. എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം ഇട്ടാൽ മതി. അപ്പോഴത്തേക്ക് അപ്പോൾ ഗായ്സ്, ഇനി ഫ്രഞ്ച് ഫ്രൈസ് അതിലോട്ട് ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഇളക്കണമെങ്കിൽ ഇളക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. അപ്പോഴത്തേക്ക് നമ്മൾ തണുത്ത വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. അരിപ്പുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇപ്പോൾ ഇവിടെ ഇല്ല. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ പൈപ്പിലെ വെള്ളമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇതാണ്. ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഇനി കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങോട്ട് ഇടണം. ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഒപ്പി എടുക്കണം. ഓക്കെ, ഇനി നമ്മൾ കിഴങ്ങ് ഒരു പാത്രത്തിലോട്ട് ഇടണം. അപ്പോഴത്തേക്ക് ഒരു പാത്രത്തിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് 2 സ്പൂൺ കോൺഫ്ലവർ ഇടണം. 2 സ്പൂൺ കോൺഫ്ലവറാണ്. ഇപ്പോൾ കറക്റ്റ് 2 സ്പൂൺ ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചിട്ട് നല്ലപോലെ കുലുക്കി എടുക്കണം. അപ്പോഴത്തേക്ക് ഇവിടെ കുലുക്കി നല്ലപോലെ എടുത്തിട്ടുണ്ട്. അധികം വന്ന കോൺഫ്ലവർ നമ്മൾ കൈ കൊണ്ട് എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എണ്ണ വീത്തി പൊരിച്ചെടുക്കണം. എണ്ണ നമ്മളിതാ ഇടണം. എന്നിട്ട് തിളച്ചിട്ട് കോൺഫ്ലവറിന് ഫ്രഞ്ച് ഫ്രൈസ് അതിലോത്തോട്ട് ഇടണം. ഇനി ഈ എണ്ണ തിളച്ച് വന്നിട്ട് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇതിലോട്ട് ഇടണം. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് അതിലോട്ട് ഇടണം. എന്നിട്ട് 3 മിനിറ്റ് കുക്ക് ചെയ്ത് നമുക്ക് കിട്ടണം ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് 3 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ മതി. ഇത് എളുപ്പമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോക്ക് കാണുന്നത്. ബൈ ബൈ.